Microsporogenesis പറഞ്ഞു, megasporogenesis പറഞ്ഞു, pollination പറഞ്ഞു, അല്ലേ? Pollination, types of pollination പറഞ്ഞു, pollinating agents പറഞ്ഞു. So next one, that is pollen pistil interaction. Next one, that is pollen pistil interaction. Okay, so we know that pollen grain, it is double layered membrane. Outer membrane is exhale and inner membrane intake, and exhale process certain pore called germ pore. So during the time of liberation, pollen grains liberate ചെയ്യുന്ന സമയത്ത് the intake germ pore വഴി പുറത്തേക്ക് ഇറങ്ങും, and it is called pollen tube. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? pollen tube എന്ന് വിളിക്കും. Okay, then the generative nucleus and the tube nucleus. Generative nucleus and vegetative nucleus ഇവിടെ ഉണ്ട്. ഓക്കേ ആണല്ലോ? ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് രണ്ട് മെയിൽ ഗമീറ്റുകളായി മാറും. ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തതായി മാറും രണ്ട് മെയിൽ ഗമീറ്റുകൾ. സോ ഇവിടെ എത്ര മെയിൽ ഗമീറ്റ് ഉണ്ട്? രണ്ട് മെയിൽ ഗമീറ്റുകളാണ് ഉള്ളത്. ഓക്കേ, ഇതെന്താണ്? ട്യൂബ് ന്യൂക്ലിയസ്. Okay, okay, so ഈ pollen grainsകൾ, okay, about 60% of angiosperm plant, this pollen tube germination takes place even after reaching the surface of stigma. നോക്കി 40% angiosperm പ്ലാന്റുകളിൽ, സോറി 60% angiosperm പ്ലാന്റുകളിൽ pollen tube germination നടക്കുന്നത് after reaching the surface of stigma. സ്റ്റിഗ്മയുടെ സർഫസിൽ എത്തിയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്? pollen tube germination സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കേ ആണല്ലോ? അങ്ങനെ pollen grains-കൾ എന്ത് ചെയ്തു? സ്റ്റിഗ്മയുടെ സർഫസിൽ എത്തി എന്ന് കരുതുക. pollen tube-കൾ എന്ത് ചെയ്തു? സോറി, pollen grains-കൾ എന്ത് ചെയ്തു? സ്റ്റിഗ്മയുടെ സർഫസിൽ എത്തി. ഓക്കേ, നമുക്കറിയാം ഇത് സ്റ്റിഗ്മയാണ് എങ്കിൽ ഇത് സ്റ്റൈലാണ്, ഇത് ഓവറിയാണ്. ഓവറിക്കകത്ത് ഒവ്യൂൾ ഉണ്ട്, അല്ലേ? ഓവറിക്കകത്ത് ആരുണ്ട്? ഒവ്യൂൾ ഉണ്ട്. ഒവ്യൂളിനകത്ത് എംബ്രിയോ സാക്ക് ഉണ്ട്. എംബ്രിയോ സാക്കിനകത്ത് എഗ്, സിനർജിഡ്സ്, പോളാർ ന്യൂക്ലിയസ്, ആന്റിപോഡൽസ്. ഓക്കേ ആണല്ലോ? ഓക്കേ, സോ ആഫ്റ്റർ റീച്ചിങ് ദി സർഫസ് ഓഫ് സ്റ്റിഗ്മ, സ്റ്റിഗ്മയുടെ സർഫസിൽ വന്ന് വീണ് കഴിഞ്ഞാൽ പോളൻ ട്യൂബുകൾ എന്ത് ചെയ്യുന്നു? They grows into the ovule. ഒവ്യൂളിനകത്തേക്ക് വളർന്നു തുടങ്ങും. ഓക്കേ ആണല്ലോ? ആൻഡ് നമുക്ക് അങ്ങനെ വളരുന്ന പോളൻ ട്യൂബുകൾ they can enter into the ovule through three ways. മൂന്ന് രീതിയിൽ, മൂന്ന് സ്ഥലങ്ങളിലൂടെ എന്ത് ചെയ്യാം? പോളൻ ട്യൂബുകൾക്ക് ഒവ്യൂളിനകത്തേക്ക് എൻ്റർ ചെയ്യാം. ഓക്കേ, അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന്, മൈക്രോപൈൽ വഴി എൻ്റർ ചെയ്യാം. രണ്ട്, ചലാസ വഴി എൻ്റർ ചെയ്യാം. മൂന്ന്, ഇന്റഗ്യുമെന്റ് വഴി എൻ്റർ ചെയ്യാം. ഓക്കേ ആണല്ലോ? Here the pollen tube can enters into the ovule through three ways, that is through micropyle, chalasa and integument. Okay, micropyle വഴിയാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിനെ പോറോഗമി എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? പോറോഗമി എന്ന് വിളിക്കും. ചലാസ വഴിയാണെങ്കിൽ ചലാസോഗമി എന്ന് വിളിക്കും. ഇന്റഗ്യുമെന്റ് വഴിയാണെങ്കിൽ മീസോഗമി എന്ന് വിളിക്കും. ഓക്കേ ആണല്ലോ? ഓക്കേ ആണോ? മൈക്രോപൈൽ വഴിയാണെങ്കിൽ പോറോഗമി എന്നും, ചലാസ വഴിയാണെങ്കിൽ ചലാസോഗമി എന്നും, ഇന്റഗ്യുമെന്റ് വഴിയാണെങ്കിൽ മീസോഗമി എന്നും വിളിക്കും. ഓക്കേ ആണല്ലോ? ഓക്കേ, then ഈ പോളൻ ട്യൂബുകൾ ഇനി എന്ത് ചെയ്യണം? പോളൻ ട്യൂബുകൾ എംബ്രിയോ സാക്കിനകത്തേക്ക് ഇറങ്ങണം, അല്ലേ? അങ്ങനെ പോളൻ ട്യൂബുകളെ എംബ്രിയോ സാക്കിനകത്തേക്ക് ഗൈഡ് ചെയ്യുന്ന ആളാണ് ആര്? ഫിലിഫോം അപ്പാരറ്റസ്. ആരാണ്? ഫിലിഫോം apparatus. Filiform apparatus. Also
ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത് these are finger like projection seen on the micropylar end of embryocyte, okay, or either side of synergids. സിനർജിഡ്സിന്റെ ഇരുവശങ്ങളിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനുകളാണ് ഫിലിഫോം അപ്പാരറ്റസ് which guide the pollen tube into the embryo sac. embryo sac-നകത്തേക്ക് പോളൻ ട്യൂബുകളെ ഗൈഡ് ചെയ്യുന്നവരാണ് ആര്? ഫിലിഫോം അപ്പാരറ്റസ്. പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് ഫിലിഫോം അപ്പാരറ്റസ്. ഓക്കേ, ആൻഡ് these pollen ഈ പോളൻ ട്യൂബുകൾ പോളൻ ട്യൂബ് enters into the embryo sac. ഈ പോളൻ ട്യൂബ് എന്ത് ചെയ്യുന്നു? എംബ്രിയോ സാക്കിനകത്തേക്ക് കയറുന്നു അല്ലേ? പോളൻ ട്യൂബുകൾ എംബ്രിയോ സാക്കിനകത്തേക്ക് കയറുന്നത് ത്രൂ one of the synergids. ഏതുവഴിയാണ് കയറുന്നത്? ഏതെങ്കിലും ഒരു സിനർജിഡ്സ് വഴിയാണ്. ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി ഡീജനറേറ്റഡ് സിനർജിഡ്സ്. ഓക്കെ മക്കളെ, സോ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയായിരുന്നു? ഓവ്യൂള് സീഡ് ആകും, ഓവറി ഫ്രൂട്ട് ആകുന്നു, ഇന്റഗ്യുമെന്റ് സീഡ് കോട്ട് ആകുന്നു, ഫ്യൂണിക്കിൾ സ്റ്റോക്ക് ഓഫ് സീഡ് ആകുന്നു, ന്യൂസെലസ് എന്താകുന്നു? പെരിസ്പെർമായി മാറുന്നു. ന്യൂസെലസ് എന്തായി മാറുന്നു? പെരിസ്പെർമായി മാറുന്നു. മറന്നു പോകരുത്. നോക്കിക്കേ, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവ്യൂള് ബിക്കം സീഡ്. അപ്പൊ സീഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ripened, it is a mature ovule. മെച്ചർ ആയിട്ടുള്ള ഒവ്യൂളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സീഡ് എന്ന് വിളിക്കുന്നത്. ഓക്കേ ആണല്ലോ? മെച്ചർ ആയിട്ടുള്ള ഒവ്യൂളിനെ എന്തെന്ന് വിളിക്കുന്നു? സീഡ് എന്ന് വിളിക്കും. സീഡ് എന്ന് പറയുന്നത് നമുക്ക് പറയാം, ഷോർട്ട് ആയിട്ട് ഇങ്ങനെ പറയാം, എംബ്രിയോ പ്ലസ് സീഡ് കോട്ട് ആണ് എന്ത്? സീഡ്. എംബ്രിയോയും സീഡ് കോട്ടും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സീഡ് എന്ന് വിളിക്കുന്നത്. ഓക്കേ, എംബ്രിയോ പ്ലസ് സീഡ് കോട്ട് ആണ് എന്ത്? സീഡ് എന്ന് പറയുന്നത്. സീഡ് കോട്ട് ഡൈക്കോട്ട് പ്ലാന്റിലാണെങ്കിൽ, രണ്ട് ലെയർ ഉണ്ട്. ഔട്ടർ ലെയറിനെ ടെസ്റ്റ് എന്നും ഇന്നർ ലെയറിനെ ടെക്മൻ എന്ന് വിളിക്കും. ഔട്ടർ ലെയറിനെ ടെസ്റ്റ് എന്നും ഇന്നർ ലെയറിനെ എന്തെന്ന് വിളിക്കുന്നു? ടെക്മൻ എന്ന് വിളിക്കുന്നു. പിന്നെ നമ്മളിപ്പോ പറഞ്ഞു എംബ്രിയോയ്ക്ക് രണ്ട് പാർട്ടുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? എംബ്രിയോണൽ ആക്സിസും എംബ്രിയോണൽ ആക്സിസ് ആൻഡ് കോട്ടിലിഡൻ അല്ലേ? എംബ്രിയോണൽ ആക്സിസ് ആൻഡ് കോട്ടിലിഡൻ. എംബ്രിയോണൽ ആക്സിസിന് രണ്ട് പാർട്ടുകളാണല്ലോ ഉള്ളത്. ഏതൊക്കെയാണ്? പ്ലിമ്യൂള് ആൻഡ് റാഡിക്കിൾ. പ്ലിമ്യൂളും റാഡിക്കിളും. ഓക്കെ ആണല്ലോ? ഇനി നോക്കിയേ, കോട്ടിലിഡൻ എന്ന് പറയുമ്പോൾ രണ്ടോ ഒന്നോ കാണാം. രണ്ടാണെങ്കിൽ അത് ഡൈക്കോട്ടാണ്, ഒന്നാണെങ്കിലോ മോണോകോട്ടാണ്. ഓക്കെ ആണല്ലോ? ഇത്രയുമാണ് എന്ത്? സീഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നോക്കിയേ, സീഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഒരു വിത്തിനകത്ത് ഒരു എംബ്രിയോ അല്ലേ ഉള്ളൂ മക്കളെ? അല്ലെ? ഒരു വിത്തിനകത്ത് ഒരു എംബ്രിയോ. അങ്ങനെയാണെങ്കിൽ ഒരു വിത്ത് കുഴിച്ചിട്ടാൽ മുളച്ചു വരണം. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? സീഡ് വയബിലിറ്റി. സീഡ് വയബിലിറ്റി എന്ന് വിളിക്കും. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ സീഡ് ടു പ്രൊഡ്യൂസ് സീഡ്ലിംഗ്. സീഡ്ലിംഗ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സീഡിന്റെ കഴിവിനെ എന്തെന്ന് വിളിക്കുന്നു? സീഡ് വയബിലിറ്റി എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ? സീഡ് വയബിലിറ്റി എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത് എന്താണ്? സീഡ് ഡോർമൻസി ആണ്. സീഡ് ഡോർമൻസി. ഇറ്റ് ഈസ് ദ ഇന്നബിലിറ്റി ഓഫ് എ സീഡ് ടു ജെർമിനേറ്റ്. ജെർമിനേറ്റ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ എന്ന് വിളിക്കുന്നു. സീഡ് ഡോർമൻസി എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഫ്രൂട്ട്. ഓക്കെ, ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫ്രൂട്ട് എന്ന് പറയുന്നത് റൈപ്പൻഡ് ആയിട്ടുള്ള ഓവറിയാണ്. എന്ത്? ഫ്രൂട്ട്. റൈപ്പൻഡ് ആയിട്ടുള്ള ഓവറിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ഫ്രൂട്ടിന്റെ വോളിനെ എന്തെന്ന് വിളിക്കും? പെരികാർപ്പ് എന്ന് വിളിക്കും. ഫ്രൂട്ടിന്റെ വോളിനെ എന്തെന്ന് വിളിക്കുന്നത്? പെരികാർപ്പ് എന്ന് വിളിക്കും. പെരികാർപ്പിന് 3 ലെയറുകളാണ്. ഔട്ടർ ലെയർ, മിഡിൽ ലെയർ ആൻഡ് ഇന്നർ ലെയർ. ഓക്കെ, ഔട്ടർ ലെയറിനെ എന്താ വിളിക്കുക? ഔട്ടർ ലെയറിനെ outer layer is called epicarp, middle layer is called mesocarp and inner layer is called endocarp. Okay, നോക്കിക്കോളൂ, പെരികാർപ്പ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ബോൾ ആണ്. ഫ്രൂട്ട് ബോളിന് 3 ലെയറുകളാണ്.
ഔട്ടർ ലെയർ എപ്പികാർപ്പ്, മിഡിൽ ലെയർ മീസോകാർപ്പ്, ഇന്നർ ലെയർ എൻഡോകാർപ്പ്. ഓക്കെ, എപ്പികാർപ്പ്, മീസോകാർപ്പ്, endocarp. Okay, in mango എന്ന ഫ്രൂട്ടിനകത്ത് എപ്പികാർപ്പ് തിൻ ആയിരിക്കും, മീസോകാർപ്പ് ഫ്ലഷി ആയിരിക്കും, എൻഡോകാർപ്പ് ഹാർഡ് ആയിരിക്കും. എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലഷി ഡ്രൂപ്പ് എന്ന് വിളിക്കും. എന്ന് വിളിക്കും ഫ്ലഷി ഡ്രൂപ്പ്. എക്സാമ്പിൾ മാംഗോ. മാംഗോ ആണ് എന്ത് ഫ്ലഷി ഡ്രൂപ്പിന് എക്സാമ്പിൾ. ഓക്കെ, ഇൻ കോക്കനട്ട്. കോക്കനട്ട് എന്ന് പറയുന്ന ഫ്രൂട്ടിനകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ എപ്പികാർപ്പ് തിൻ ആയിരിക്കും, മീസോകാർപ്പ് ഫൈബ്രസ് ആണ്, എൻഡോകാർപ്പ് ഹാർഡ് ആണെങ്കിൽ അപ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഫൈബ്രസ് ഡ്രൂപ്പ് എന്ന് വിളിക്കും. എന്ന് വിളിക്കും ഫൈബ്രസ് ഡ്രൂപ്പ്. എക്സാമ്പിൾ കോക്കോനട്ട്. എക്സാമ്പിൾ ഏതാണ്? കോക്കനട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫൈബ്രസ് ഗ്രൂപ്പ് ആണ്. ഓക്കെ ആണല്ലോ. ഇത്രയുമാണ് എന്ത് പറയുന്ന ഫ്രൂട്ടിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇനി നോക്കിക്കോളൂ, നമുക്കറിയാം ഫ്രൂട്ട് എന്ന് പറയുന്നത് ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണല്ലോ. ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാത്ത ഫ്രൂട്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോൾസ് ഫ്രൂട്ട്. ഫോൾസ് ഫ്രൂട്ട് അഥവാ സ്യൂഡോകാർപ്പ് എന്ന് വിളിക്കും. ഫോൾസ് ഫ്രൂട്ട് എന്നോ സ്യൂഡോകാർപ്പ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിയേ, ഡെവലപ്ഡ് ഫ്രം എനി അതർ പാർട്ട് ഓഫ് എ ഫ്ലവർ. ഓക്കെ, ഫ്ലവറിന്റെ ഓവറിയിൽ നിന്നല്ലാതെ മറ്റേതെങ്കിലും പാർട്ടിൽ നിന്നുണ്ടായാൽ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫോൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആപ്പിൾ, ഓക്കെ, കാഷ്യൂ, സ്ട്രോബെറി. ഇതൊക്കെ എന്താണ്? ഫോൾസ് ഫ്രൂട്ടുകളാണ്. ഇതൊക്കെ എന്താണ്? ഫോൾസ് ഫ്രൂട്ടുകളാണ്. ആപ്പിളിനകത്ത് തലാമസ് ആണ് എഡിബിൾ ആയിട്ടുള്ള പോർഷൻ. ഇതാണ് തലാമസ് ആണ്. ഓക്കെ, ഇവിടെ എല്ലാം എന്താണ്? തലാമസ് തന്നെയാണ് എഡിബിൾ ആയിട്ടുള്ള പോർഷൻ. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം ഓവറിക്കകത്ത് ഒവ്യൂൾ ഉണ്ട്, അതായത് ഫ്രൂട്ടിനകത്ത് എന്തുണ്ട്? സീഡ് ഉണ്ട്. അപ്പോൾ എല്ലാ ഫ്രൂട്ടുകൾക്കും എന്ത് കാണില്ല? സീഡ് കാണില്ല. അങ്ങനെ സീഡ് ഇല്ലാത്ത ഫ്രൂട്ടുകളെ ഉണ്ടാക്കുന്ന ടെക്നോളജിയാണ് എന്ത്? പാർത്തനോകാർപ്പി. പാർത്തനോകാർപ്പി നമ്മൾ ആർട്ടിഫിഷ്യലായി ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓക്സിനോ അല്ലെങ്കിൽ ജിബറലിൻ പോലെയുള്ള ഹോർമോണുകൾ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പാർത്തനോകാർപ്പി കിട്ടും. ഓക്കെ ആണല്ലോ. പാർത്തനോകാർപ്പി എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ കൂടാതെ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ they have no seeds. Next one, that is polyembryony. Polyembryony എന്ന പ്രോസസ് കണ്ടെത്തിയത് ലീവൻ ഹുക്കാണ്. പോളിഎംബ്രിയോണി കണ്ടെത്തിയതാണ് ലീവൻ ഹുക്കാണ്. പോളിഎംബ്രിയോണി എന്ന് പറയുന്ന presence of more than one embryo in a seed. Presence of more than one embryo in a seed. Example citrus ഉണ്ട്, മാംഗോ. ഓക്കെ, ഇതൊക്കെ പോളിഎംബ്രിയോണിക്ക് എക്സാമ്പിൾ ആണ്. മറ്റൊന്നാണ് അപ്പോമിക്സിസ്. അപ്പോമിക്സിസ് മീൻസ് ഇറ്റ്സ് എ മോഡിഫൈഡ് ഫോം ഓഫ് റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇറ്റ്സ് എ മോഡിഫൈഡ് ഫോം ഓഫ് റീപ്രൊഡക്ഷൻ. നോക്കൂ, അപ്പോമിക്സിസിൽ വരുന്നതാണ് പാർത്തനോകാർപ്പി. പാർത്തനോകാർപ്പി ആൻഡ് പാർത്തനോജെനെസിസ്. പാർത്തനോകാർപ്പി ആൻഡ് പാർത്തനോജെനെസിസ്. Parthenocarpy means development of individuals or offspring from the female parent or without the fertilization of the female parent. Okay, female parent il ninnaanu എന്തുണ്ടാകുന്നത്? ഫീമെയിൽ പേരന്റ് ഫെർട്ടിലൈസേഷൻ കൂടാതെ ഇൻഡിവിജ്വൽസിനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് പാർത്തനോകാർപ്പി എന്നും അതിനെ പാർത്തനോജെനെസിസ് എന്നും. പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഇത്രയുമാണ് ഈ ചാപ്റ്ററിന്റെ എന്താണ് ഈ ചാപ്റ്ററിൽ ആകെയുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും പാർട്ടിലേക്ക് കൂടി ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു. ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. ഒന്നാമത് ചേർന്ന് നോക്കിക്കൊള്ളുക. ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ്. ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ പഠിച്ചതാണ് അല്ലേ? എന്താ നമ്മൾ പറയുന്നത്? നോക്കിക്കോളൂ, ഫംഗ്ഷൻ പറയുന്നത് ഒന്ന് പ്രൊഡ്യൂസ് നെക്ടർ.
B. Stimulate the division of generative cell. C. Guide the entry of pollen. അപ്പോൾ ഏതാണ് ഫംഗ്ഷൻ? C ആണ് ആൻസർ. ദാറ്റ് ഈസ് which guide the entry of pollen tube into the ovule. ഓക്കേ, അപ്പോൾ നമുക്കറിയാം ഫിലിഫോ അപ്പാരറ്റസ് നമ്മൾ പറഞ്ഞതാണ് എന്താണ് സിനർജിസിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫിലിഫോ അപ്പാരറ്റസ്. ഓക്കേ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് entry of pollen tube through micropyle. Entry of pollen tube through micropyle is called എന്താണ് അതിനെ വിളിക്കുന്നത്? പോറോഗമി. എന്താണ് വിളിക്കുക? പോറോഗമി. ഓക്കേ, third question നോക്കിയാൽ after double fertilization a mature ovule has. ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ ഉണ്ടാകും? സൈഗോട്ട് ഉണ്ടാകും, പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഉണ്ടാകും. സൈഗോട്ടിന്റെ പ്ലോയിഡ് 2n ആണ്, പ്രൈമറി എൻഡോസ്പെർമിന്റെ പ്ലോയിഡ് 3n ആണ്. സോ 2n ഉം 3n ഉം, ദാറ്റ് ഈസ് one diploid and one triploid cell. Okay മക്കളെ, so the fourth question is in monocot plants the cotyledon is called. monocot plants കളുടെ കോട്ടിലിഡനെ വിളിക്കുന്ന പേരെന്ത് എന്നാണ് ചോദ്യം അല്ലേ? ഓപ്ഷൻ നോക്കിയേ. എ റാഡിക്കിൾ, ബി പ്ലിമ്യൂൾ, സി ഹൈലം, ഡി സ്ക്യൂട്ടലം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു മോണോകോട്ട് പ്ലാന്റിന്റെ കോട്ടിലിഡനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്ക്യൂട്ടല്ലം എന്ന് വിളിക്കും. ഓക്കെ, മോണോകോട്ട് പ്ലാന്റിന്റെ കോട്ടിലിഡനെ എന്താ വിളിക്കുന്നത്? സ്ക്യൂട്ടല്ലം എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, seed formation without fertilization. Okay, seed formation without fertilization. fertilization കൂടാതെ സീഡ് ഉണ്ടായാൽ അതിനെ എന്തെന്നാ വിളിക്കുന്നത്? somatic hybridization, apomixis, budding, sporulation. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയേ, ഫെർട്ടിലൈസേഷൻ കൂടാതെ സീഡ് ഉണ്ടായാൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അപ്പോമിക്സിസ്. എന്താ വിളിക്കുക? അപ്പോമിക്സിസ്. ഓക്കെ ആണല്ലോ. ഫെർട്ടിലൈസേഷൻ കൂടാതെ സീഡ് ഉണ്ടാകുന്നതിനെ എന്താണ് വിളിക്കുന്നത്? അപ്പോമിക്സിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂസെല്ലാർ പോളിഎംബ്രിയോണി ഈസ് റിപ്പോർട്ടഡ് ഇൻ. ന്യൂസെല്ലാർ പോളിഎംബ്രിയോണി, that means nucellus is become embryo. So in nucellar polyembryony it was first reported in citrus. ഓക്കെ, ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എന്താണ്? സിട്രസിനകത്താണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോൺ ആൽബുമിനസ് സീഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ. സോ സീഡ്സ് ആർ ഓഫ് ടു ടൈപ്സ്, ദാറ്റ് ഈസ് ആൽബുമിനസ് സീഡ് ആൻഡ് നോൺ ആൽബുമിനസ് ഓർ എക്സ് ആൽബുമിനസ് സീഡ്. ഓക്കെ, നോൺ ആൽബുമിനസ് ഓർ എക്സ് ഓർ നോൺ എൻഡോസ്പെർമസ് സീഡ്. Okay, so non-albuminous seed is present in maize, castor, wheat, pea. That means non-albuminous means non-endosperm. Endosperm ഇല്ലാത്ത സീഡുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? pea പ്ലാന്റിലാണ്. because it is dicot plant. അതുകൊണ്ടല്ല, dicot plant ആയതുകൊണ്ടല്ല, അവിടെ എന്താണ്? അവിടെ കോട്ടിലിഡനാണ് കാണപ്പെടുന്നത്. ഓക്കെ, കോട്ടിലിഡനകത്ത് എന്ത് ചെയ്യുന്നു? ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ മക്കളെ. And eighth question, the persistent nucellus in the seed of black pepper is. black pepper ന്റെ സീഡിൽ കാണപ്പെടുന്ന പെർസിസ്റ്റന്റ് ന്യൂസെല്ലസിനെ എന്താണ് വിളിക്കുന്നത്? അപ്പോൾ നോക്കിയേ, പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ഒറ്റ വാക്കിൽ ഓർത്തിരിക്കുക. പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് നമ്മൾ എന്തെന്ന് വിളിക്കും? പെരിസ്പെർം എന്ന് വിളിക്കും. പെർസിസ്റ്റന്റ് ന്യൂസെല്ലസിനെ എന്താ വിളിക്കുന്നത്? പെരിസ്പെർം എന്ന് വിളിക്കും. ഓക്കെ, the ninth question, perisperm differ from endosperm. Perisperm differ from endosperm, being a diploid tissue, being a haploid tissue, having no reserve food material, formation by fusion of polar nucleus with several sperm. Okay, so question നോക്കണം. Perisperm and endosperm, how they are differ? Perisperm നമുക്കറിയാം, it is persistent nucellus. So nucellusന്റെ പ്ലോയിഡ് എന്താണ്? ഡിപ്ലോയിഡ് ആണ് അല്ലേ? nucellusന്റെ പ്ലോയിഡ് ഡിപ്ലോയിഡ് ആണ്. എൻഡോസ്പെർമിന്റെ പ്ലോയിഡ് എന്താണ്? ട്രിപ്ലോയിഡ് ആണ്. സോ ഇവിടെ ആൻസർ ഏതാ വരുന്നത്? being a diploid tissue. being a diploid tissue. നോക്കിയേ, അടുത്ത being a haploid tissue അത് വരുന്നില്ല. having no reserve food material അത് തെറ്റാണ്. കാരണം എന്താ? രണ്ടും ന്യൂട്രിറ്റീവ് ടിഷ്യൂസ് ആണ്. പിന്നെ ഫ്യൂഷൻ ബൈ സെവറൽ അതും തെറ്റാണ്. ഓക്കെ ആണല്ലോ. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ,
the portion of embryonal axis above the cotyledon. Above the cotyledon. കോട്ടിലിഡന് മുകളിലുള്ള പാർട്ടിനെ എന്താണ് വിളിക്കുന്നത്? അതിനെ വിളിക്കുന്ന പേരാണ് എപ്പികോട്ടൈൽ. ഓക്കെ ആണല്ലോ? കോട്ടിലിഡന് മുകളിലുള്ള എംബ്രിയോണൽ ആക്സിസിന്റെ പോർഷനെ എന്ന് വിളിക്കുന്നു? എപ്പികോട്ടൈൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോ ഇത്രയുമാണ് എന്ത് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനുകൾ. ഇനി കൂടുതൽ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അടുത്ത ചാപ്റ്ററിന്റെ പേര് എന്താണ്? റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. ഓക്കെ മക്കളെ, അടുത്ത ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. ഓക്കെ, ഓക്കെ ആണല്ലോ? ചാപ്റ്റർ നെയിം റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. ഓക്കെ, അപ്പൊ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസത്തിനകത്ത് നമ്മൾ പഠിക്കാനുള്ളത്, ആദ്യം പഠിച്ചത് ലൈഫ് സ്പാനെ കുറിച്ചാണ് അല്ലേ? ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പീരീഡ് ഫ്രം ബർത്ത് ടു ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം. ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം അല്ലേ? അപ്പൊ നോക്കി, നമ്മൾ പറഞ്ഞായിരുന്നു ആരുടെ ലൈഫ് സ്പാൻ ഒക്കെ പഠിച്ചു? പാരറ്റിന്റെ ലൈഫ് സ്പാൻ പഠിച്ചു അല്ലേ? 140 years ആണല്ലോ. ക്രോയുടെ ലൈഫ് സ്പാൻ പഠിച്ചല്ലോ. എത്രയാണ്? 15 years അല്ലേ പഠിച്ചത്? പിന്നെ എന്താ പഠിച്ചത്? മേ ഫ്ലൈ എത്രയാണ്? 1 day. ബട്ടർഫ്ലൈയുടെ എത്രയാണ്? 4 to 5 weeks. ഓക്കെ, അപ്പോ ഓർത്തോളുക, ഇത്തരത്തിൽ ലൈഫ് സ്പാനുകൾ പഠിക്കുക. ഓക്കെ ആണല്ലോ? പിന്നെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചത് എന്താണ്? റീപ്രൊഡക്ഷനെ കുറിച്ചാണ് അല്ലേ? അപ്പൊ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി പീരീഡ് ഇറ്റ് ഈസ് ദി പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഗിവ് റൈസ് ടു യങ് വൺസ് അല്ലേ? സന്താനങ്ങളെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുക? റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ റീപ്രൊഡക്ഷൻ ആർ ഓഫ് 2 types, that is asexual reproduction and sexual reproduction. Asexual reproduction and sexual reproduction. അപ്പോൾ asexual reproduction എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കാം. നമ്മൾ പറഞ്ഞു asexual reproduction means here the offsprings are formed by the fusion offsprings are formed from a single parent without the fusion of gamete. Okay, so single parent എന്നായതുകൊണ്ട് നമുക്ക് പറയാം യൂണിപാരന്റൽ ആണ് അല്ലേ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്? യൂണിപാരന്റൽ ആണ്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? രണ്ടാമത്തെ പോയിന്റ് ആയി പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ there is no fusion of gametes. No fusion of gametes. ഗമീറ്റുകൾ എന്ത് ചെയ്യുന്നില്ല? ഫ്യൂസ് ചെയ്യുന്നില്ല. മൂന്നാമതായി പറയുന്നത് മൈറ്റോസിസ് നടക്കുന്നു. മൈറ്റോസിസ്, that is ഇക്വേഷണൽ ഡിവിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്ങുകളെ നമ്മൾ ക്ലോണുകൾ എന്ന് വിളിക്കും. ക്ലോണുകൾ, that is മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി ഐഡന്റിക്കൽ ഓഫ്സ്പ്രിങ്ങുകളെ എന്താ വിളിക്കുക? ക്ലോണുകൾ എന്ന് വിളിക്കും. ക്ലോൺ എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് വെബർ എന്ന സയന്റിസ്റ്റ്. ടേം ക്ലോൺ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വെബർ. ക്ലോണിങ്ങിന്റെ പിതാവ് ആരാണ്? ഇയാൻ വിൽമുട്ട്. is considered as the father of clone. And first clone ഏതാണ്? ഫസ്റ്റ് ക്ലോൺ ആണ് ഡോളി. ഡോളി എന്ന ജമലിയാണ് ആദ്യത്തെ ക്ലോൺ. ഓക്കെ ആണല്ലോ? ഇത്രയുമാണ് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ പറയുന്നത്. ഇനി മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത് നോക്കൂ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന മോഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫിഷൻ ഉണ്ടായിരുന്നു, ബഡ്ഡിങ്, ഫിഷൻ, ബഡ്ഡിങ്. പിന്നെ നമ്മൾ പഠിച്ചത് സൂസ്പോർ, കൊണീഡിയ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ എന്തെന്ന് പഠിച്ചത്? ഈ പറയുന്ന മോഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഫിഷൻ മീൻസ് ഹിയർ ദ parent organism divides into 2 daughter cells. Parent organism divides into more than 1 daughter cell. Okay, അതിനാണെങ്കിൽ ഫിഷൻ രണ്ട് തരത്തിലാണുള്ളത്. that is binary fission and multiple fission. Okay, binary fission and multiple fission. That is binary fission means parent organism divides into 2 daughter cells, and in multiple fission parent organism divides into more than 2 daughter organisms. Okay, budding means here buds are formed from the parent body. Example, yeast. Okay, and budding are of 2 types, that is exogenous budding and endogenous budding.
exogenous budding and endogenous budding. Budding and endogenous. Endogenous budding is called buds are formed inside the surface of parent organism. Example, gemmules. Gemmules in sponges. Okay, gemmules in sponges. Exogenous budding means buds are formed outer surface of the parent organism, and other example ആണ് ഏത് hydra. Okay, പിന്നെ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? പിന്നെ നമ്മൾ പഠിച്ചത് zoospore and conidia. Zoospore and conidia, both of them are non-motile spore found, both of them are microscopic spore found in lower organisms like algae, fungus. ആൽഗകളിലും ഫംഗസിലും ഒക്കെ കാണപ്പെടുന്ന ആളുകളാണ് സൂസ്പോറും കൊണീഡിയയും. സൂസ്പോർ കാണപ്പെടുന്നത് എക്സാമ്പിൾ പഠിക്കാനുള്ളത് ക്ലാമിഡോമോണസ്. കൊണീഡിയ കാണുന്നത് പെൻസീലിയം. ഓക്കെ, സൂസ്പോർ എന്ന് പറയുന്നത് മോട്ടൈൽ സ്പോറുകളല്ലേ മക്കളെ? ആണല്ലോ. സൂസ്പോർ എന്താണ്? മോട്ടൈൽ സ്പോറുകളാകുമ്പോൾ കൊണീഡിയ ആർ നോൺ മോട്ടൈൽ spore. And these conidia are developed in a structure called conidiophore. Conidia developed in a structure ഏതാണ്? Conidiophore. Okay, and last type of asexual reproduction method, that is vegetative propagation. That means it is the asexual reproduction in plants. Plantsകളിലെ asexual reproduction ആണെന്ന് വിളിക്കുന്നത് vegetative propagation. That means അവിടെ റൂട്ടിൽ നിന്നോ സ്റ്റെമ്മിൽ നിന്നോ ലീഫിൽ നിന്നോ ബഡിൽ നിന്നോ ഒക്കെ ആയിരിക്കും എന്തുണ്ടാകുന്നത്? ഓസ്പ്രിങ്ങുകൾ, പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പ്ലാന്റ് പാർട്ടുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് വിളിക്കും. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ രണ്ട് രീതിയിലാണുള്ളത്. ദാറ്റ് ഈസ് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ vegetative propagation. Okay, artificial vegetative propagation example ആണ് cutting, layering and grafting. And natural propagation നമുക്കറിയാം, ഇത് ലീഫ് വഴി നടക്കാം, റൂട്ട് വഴിയുണ്ട്, സ്റ്റെം വഴിയുണ്ട്. ഓക്കെ, റൂട്ട്, സ്റ്റെം, ബഡ്സ്. ഓക്കെ, ഇപ്പൊ ലീഫ് വഴിയോ സ്റ്റെം വഴിയോ റൂട്ട് വഴിയോ ബഡ് വഴിയോ ഒക്കെ എന്ത് ചെയ്യാം? നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കാം. ലീഫ് വഴി നടക്കുകയാണെങ്കിൽ നമുക്കറിയാം, എക്സാമ്പിൾ ബ്രയോഫില്ലം എന്ന് പറയുന്നത് ലീഫ് വഴിയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. സ്റ്റെം വഴിയാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മോ ഏരിയൽ സ്റ്റെമ്മോ ഏത് വേണമെങ്കിലും നമുക്ക് പറയാം. സ്റ്റെം വഴിയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ജിഞ്ചർ. ഓക്കെ, അപ്പോൾ ബാക്കി എക്സാമ്പിൾ നമുക്ക് മോഡിഫിക്കേഷൻ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനോ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനോ അതുപോലെ സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷനോ ഒക്കെ നമുക്ക് എന്ത് പറയാം? ഇവിടെ നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പറയാം. റൂട്ട് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ക്യാരറ്റ് റൂട്ട് വഴിയാണ് അല്ലേ? റൂട്ടാണ് അവിടെ ഫോം ചെയ്തത്. ഇനി ബഡ് ആണെങ്കിലോ അഗേവ് എന്ന് പറയുന്ന പ്ലാന്റിൽ ബഡുകൾ, അഡ്വന്റീഷ്യസ് ആയിട്ടുള്ള ബഡുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ബൾബിൾസ് എന്ന് വിളിക്കുന്നു. സോ ഇത്രയുമാണ് നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, അപ്പോൾ ഇത്രയും കഴിഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ ആണല്ലോ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മളിപ്പോ ഏകദേശം ഒരു ചാപ്റ്റർ പഠിച്ചു. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ആ ചാപ്റ്റർ പറഞ്ഞത്. ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, here the offsprings are formed by the fusion of gametes and two parents are involved. അപ്പോൾ നമുക്ക് നോക്കാം സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആകുമ്പോൾ അതെന്താണ്? ബൈപേരന്റൽ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്? ബൈപേരന്റൽ ആണ്. അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്, ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ മിയോസിസ് ആണ് ഡിവിഷൻ നടക്കുക. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മൈറ്റോസിസ് ആണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഡിവിഷൻ ഏതാണ്?
മിയോസിസ് ആണ്. ഇനി ഇവിടെയുള്ള ഓസ്പ്രിങ്ങുകൾ എന്ത് കാണുന്നുണ്ട്? വേരിയേഷൻ കാണുന്നുണ്ട്. എന്ത് കാണുന്നുണ്ട്? They are variable. ഓരോന്നും ഓരോരോ പേരൻസുകളിൽ നിന്നുണ്ടാകും, അല്ലെങ്കിൽ പേരൻസുകളെക്കാൾ മറ്റ് ക്യാരക്ടേഴ്സുകൾ കൂടുതലോ അല്ലെങ്കിൽ പേരൻസിനേക്കാൾ എന്താണ് വേരി ചെയ്താണ് ആര് കാണപ്പെടുക? ഓസ്പ്രിങ്ങുകൾ കാണപ്പെടുക. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, അവിടെ എന്താണ്? They are genetically similar, morphologically similar to that of parents എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഓർഗാനിസത്തിനെ നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിൾ, അവന്റെ ജനനം മുതൽ മരണം വരെയുള്ള ആ ലൈഫ് സ്പാന്റെ ഇടയിൽ അവന്റെ ലൈഫ് സൈക്കിളിൽ നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാമല്ലോ. ഏതൊക്കെയായിരുന്നു അത്? ദാറ്റ് ഈസ് ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെൻസൻസ് ഫേസ്. ഓക്കെ, ഇങ്ങനെ മൂന്ന് ഫേസുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഏതൊക്കെയാണ്? ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെൻസൻ ഫേസ്. അങ്ങനെയാണെങ്കിൽ അതിൽ നമുക്ക് വേണ്ടത് എന്താണ്? ജുവനൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെജിറ്റേറ്റീവ് ഫേസ് ആണ്, ഗ്രോയിങ് ഫേസ് ആണ്, പിന്നെ ഉള്ളത് റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ്, പിന്നെ അവന്റെ റീപ്രൊഡക്ഷൻ കഴിഞ്ഞുള്ള സമയം ഏജിങ്, സെൻസൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായും നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? റീപ്രൊഡക്ഷനെ കുറിച്ച് അല്ലേ? അപ്പൊ ഒരു ജീവിയുടെ, ഒരു ഓർഗാനിസത്തിന്റെ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് നമ്മൾ നോക്കിയാൽ, റീപ്രൊഡക്ഷനെ നമ്മൾ നോക്കിയാൽ, റീപ്രൊഡക്ഷനെ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗാമറ്റോജെനസിസ്, ഗാമറ്റോജെനസിസ് ആൻഡ് ഗമീറ്റ് ട്രാൻസ്ഫർ, ഗാമറ്റോജെനസിസ് ആൻഡ് ഗമീറ്റ് ട്രാൻസ്ഫർ. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് ആണ് ഈ സൈഗോട്ട്, സോറി, എംബ്രിയോ ഫോർമേഷൻ. എംബ്രിയോ ഫോർമേഷൻ പ്ലാന്റ്സിലാണെങ്കിൽ ഒന്നുകൂടി ഉണ്ട്, എന്താണ്? എൻഡോസ്പെർം ഫോർമേഷൻ. ഓക്കെ, പ്ലാന്റ്സിലാണെങ്കിൽ എൻഡോസ്പെർം ഫോർമേഷനും കൂടി ഉണ്ട്. അപ്പോൾ these are the events in pre-fertilization and post-fertilization. Okay, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗമറ്റോജെനസിസും ഗമീറ്റ് ട്രാൻസ്ഫറും അല്ലേ? അപ്പോ ഒരു പ്ലാന്റിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു എന്നറിയണമെങ്കിൽ നമുക്കറിയാം ഫ്ലവറിംഗ് ഇൻ പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ എങ്ങനെയാണ്? ഫ്ലവറിംഗ് ആണ്. ഫ്ലവറിംഗിന്റെ ബേസിൽ പ്ലാന്റ്സുകളെ നമ്മൾ മൂന്നായി ഡിവൈഡ് ചെയ്യുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു? ഫ്ലവറിംഗിന്റെ ബേസിൽ പ്ലാന്റ്സുകളെ എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തു? മോണോകാർപ്പിക് പ്ലാന്റ്സ് എന്നും മോണോകാർപ്പിക് പ്ലാന്റ്സ് എന്നും പോളികാർപ്പിക് പ്ലാന്റ്സ് എന്നും ഡിവൈഡ് ചെയ്തു അല്ലേ? ദാറ്റ് ഈസ് മോണോകാർപ്പിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സ് വിച്ച് ഫ്ലവർ വൺസ് ഇൻ ദെയർ ലൈഫ് ടൈം. അവന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം എന്ത് ചെയ്യുന്നു? ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ അതിനെ വൺസ് ഇൻ ദെയർ ലൈഫ് ആണ്, ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലവർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മോണോകാർപ്പിക് എന്നും. പോളികാർപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? They flower throughout their life cycle, throughout their life cycle. അവന്റെ ലൈഫ് സൈക്കിൾ ഉടനീളം അവനെന്ത് ചെയ്യുന്നു? ഫ്ലവർ ചെയ്യുന്നു. പക്ഷേ ഈ മോണോകാർപ്പിക് പ്ലാന്റ്സുകളിൽ രണ്ടുപേരാണ് വരുന്നത്, ആനുവൽസും ബൈനിയൽസും. ആനുവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോകാർപ്പിക്കിൽ ആരൊക്കെയാണ് വരുന്നത്? ആനുവൽസും ബൈനിയൽസും. ആനുവൽസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ് അവന്റെ ലൈഫ് സ്പാൻ. ആ ഒരു വർഷത്തിനിടയിൽ അവൻ എന്ത് ചെയ്യുന്നു? അവൻ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുമ്പോൾ ബൈനിയൽസ് എന്ന് പറയുന്നത് 2 വർഷമാണ് ലൈഫ് സ്പാൻ. ആ 2 വർഷത്തിൽ ഒരു വർഷം അവന്റെ വെജിറ്റേറ്റീവ് ഫേസും ഒരു വർഷം അവന്റെ റീപ്രൊഡക്റ്റീവ് ഫേസും ആയിരിക്കും. പക്ഷേ അവൻ ഒരിക്കൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? ഫ്ലവർ ചെയ്തുള്ളൂ. അങ്ങനെ ആനുവൽസും ബൈനുവൽസും എവിടെ വരുന്നു? മോണോകാർപ്പിക്കിൽ വരുമ്പോൾ പെരിനിയൽസ് ആണ് പോളികാർപ്പിക്കിൽ വരുന്നത്. എന്നാൽ ഇത് കൂടാതെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഫ്ലവറിംഗ് കാണിക്കുന്ന ആളാണ് ബാംബു. ബാംബു എന്ത് കാണിക്കുന്നു? അൺയൂഷ്വൽ ആയിട്ടുള്ള ഫ്ലവറിംഗ് കാണിക്കുന്നല്ലോ ബാംബു എന്ന് പറയുന്നത്. ബിക്കോസ് 100-150 വർഷം ജീവിക്കുകയും ഒരിക്കൽ മാത്രം ഫ്ലവർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ 100-150 വർഷമാകുമ്പോൾ അവൻ പെരിനിയലാണ്, പക്ഷെ അവൻ എന്ത് ചെയ്യുന്നുള്ളൂ? ഒരിക്കൽ മാത്രമേ ഫ്ലവർ ചെയ്യുന്നുള്ളൂ. ഇനി അതുപോലെ മറ്റൊന്നാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന.
That is നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് എന്താണ്? They flower once in 12 years. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഫ്ലവർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ ഇത്രയുമാണ് ഫ്ലവറിംഗ് ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഫ്ലവറിംഗ് ഇൻ പ്ലാന്റ്സ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ +1 +2 ക്ലാസ്സുകളുടെ വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.